അലക്സ്? അതെ. ഐ ആം വർഗീസ്, എഞ്ചിനീയർ റെജിമെന്റ് ഫ്രം മദ്രാസ്. പാലം കെട്ടാൻ വന്നതാ. ഇവിടെയല്ല, ആരക്കുഴയിലെ ബെയിലി പാലം. പേപ്പർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഉരുളുവെട്ടലിൽ ഒലിച്ചു പോയതാ. റൈറ്റ്. എന്നാ ഇവിടെ? പറഞ്ഞില്ലേ, പ്രപ്പോസലുമായിട്ട് വന്നതാ. ഞാൻ വിചാരിച്ചു യുദ്ധത്തിന് വന്നായിരിക്കും. എനിക്ക് മനസ്സിലായി, വാറപ്പനല്ലേ? അതെ. ഞാൻ അബ്ദുക്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ഇരിക്കാം. ഒട്ടും സമയമില്ല, നാളെ തന്നെ മടങ്ങണം. അതിനു മുമ്പ് ഒരു തീരുമാനം അറിഞ്ഞിട്ട് പോകാലോ എന്ന് കരുതി വന്നതാ. താങ്ക് യു. കത്രീനെ ഞാൻ കഴിഞ്ഞ കൊല്ലം കുറിഞ്ഞിപ്പുഴ പള്ളിയിലെ പെരുന്നാളിന് കണ്ടായിരുന്നു. എനിക്കിഷ്ടമായി. ഇനി കൊച്ചിനെ ഇഷ്ടമായാലും വിളിച്ചു പറഞ്ഞാച്ചാ മതി. അബ്ദുക്കയുടെ കയ്യിൽ എൻ്റെ നമ്പറുണ്ട്. ഒരു 5-6 ചായ എടുക്ക. അയ്യോ, ചായ കുടിക്കാനൊന്നുള്ള സമയമില്ല. അങ്ങനെ പോയാലോ? പെണ്ണിന് ചെറുക്കനെ ഒന്ന് കാണണ്ടായോ? നല്ല വിളവാ, വിലയുണ്ട്. ഇത്തവണ നിന്നെ കെട്ടിക്കാനുള്ള കാശ് തന്നെ നിന്നുണ്ടാകും. ഞാൻ കെട്ടത്തൊന്നുമില്ല. എനിക്ക് ഇച്ചായന്റെ കൂടെ തന്നെ നിന്നേച്ചാ മതി. പിന്നെ നീ എന്നെ കെട്ടാമങ്കയായിട്ട് നിൽക്കാൻ പോണോ? മുക്കിപ്പല്ല വരുന്നവരെ. എന്നാ അത് ഇച്ചായം കെട്ട്, എന്നിട്ടാട്ടെ. പിന്നെ പാർട്ടിയും കൂടിയൊക്കെ നടക്കുന്ന എനിക്കാര് വേണ്ടവരാണ്. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. കള്ളച്ചിരി. ആനിക്കുട്ടിയുടെ കാര്യമൊക്കെ എനിക്ക് അറിയാം കേട്ടോ. ഏതാ ആനിക്കുട്ടി? ഓ, ഇപ്പൊ ആനിക്കുട്ടി അറിയത്തില്ല. കളിയും ചിരിയൊക്കെ ഞാൻ കാണുന്നതല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇച്ചായ വെച്ച് താമസിപ്പിക്കുന്നത്? ചെന്ന് കെട്ടിക്കൊണ്ട് വന്നേ. അതിനവൻ ആങ്ങളമാരെ സമ്മതിക്കണ്ടേടി. അവരുടെ പുന്നാര പെങ്ങളാ. ആനിക്കുട്ടി ഒരു വാക്ക് പറഞ്ഞ പിറ്റേന്ന് തന്നെ കെട്ടിച്ചു തരും. അതൊന്നും വേണ്ട. ഇനി നിന്റെ കാര്യം കഴിഞ്ഞിട്ട് മതി അച്ഛൻ്റെ കാര്യം. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നാളെ തന്നെ വർക്കിച്ചാനി ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞോണം. എന്നിട്ട് ഇങ്ങോട്ട് വന്നേച്ചാ മതി. എങ്ങനെ ഉണ്ടാവേ? ജോറായിട്ടുണ്ട്. അപ്പയും പോത്രച്ചും ജോർ ആന വെച്ചാണോ? ഓക്കെ, അമ്മച്ചിയുടെ കൈപുണ്യ. ആണോ? എന്നാ പിന്നെ അവൾ അലക്സ് കെട്ടിക്കോട്ടറാവേ. നമുക്കെന്നും കപ്പയും പോത്രച്ചും തിന്നാലോ. അത് അലക്സ് പറയട്ടെ. എനിക്കിഷ്ടമാണോ? എനിക്കിഷ്ടമാ. വേണ്ട, എനിക്കിഷ്ടല്ല. എടി കൊച്ചാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാനും കാര്യമായിട്ട് പറഞ്ഞത്. അവളത് ചുമ്മാ പറഞ്ഞാന്നേ. നീ അത് കഴിക്കടാവേ. കല്യാണക്കാരാണോ ചുമ്മാ പറയുന്നത്? നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാന്ന് എനിക്കറിയാം. പിന്നെന്നാ വേണ്ടാന്ന് പറഞ്ഞത്? എൻ്റെ ചായന് നിങ്ങളെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എന്നേക്കും. ആമേൻ. പ്രാർത്ഥിച്ചതാ വരുന്നു. ഒരു പള്ളിയുണ്ട്, 300 വാതില്. എനിക്കറിയത്തില്ലേ. എനിക്കറിയത്തില്ല ചായ. സമാധാനത്തോടെ ജീവിക്കാനും സമ്മതിക്കില്ല. ഒരു നല്ല കാര്യം ചെയ്ത് ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നു. എന്നെ കിട്ടില്ല മോനെ.
അവൻ എങ്ങോട്ടായിട്ട് ഓടിയത്? എനിക്കറിയത്തില്ല, പോലീസും പട്ടാളവും ഒക്കെ ഉണ്ടെന്നേ. എന്നാ എന്നാ സാറേ സാറേ പോലീസും പട്ടാളമൊക്കെ ആയിട്ട്? അല്ല അലക്സ് ഒന്നും അറിഞ്ഞില്ലേ? ഞാൻ എങ്ങനെ അറിയാനാ സാറേ? ആണ്ടിലൊരിക്കൽ ലീവിന് വരുന്ന ആളല്ലേ? അതാ പ്രശ്നം. അവനില്ലേ ആ വർഗീസ്, അവൻ ലോക തെമ്മാടിയാ. കള്ള്, കഞ്ചാവ്, പിന്നെ പള്ളി ആയതുകൊണ്ട് ഞാനൊന്നും പറയണില്ല. അവൻ ഇന്നാളെ എന്റെ പട്ടാളത്തിലെ മേജറിനിട്ടൊരു കിലുത്തി. അതിന്റെ കോർട്ട് മാർഷലിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന അവന്മാര്. കോർട്ട് മാസ്റ്റർ അതാരാണ്? ഇവനേതറാ? പോലീസിന്റെ പോലെ പട്ടാളത്തിലുണ്ട് നിയമവും കോടതിയൊക്കെ. ഒറ്റ വ്യത്യാസമുള്ളൂ, നമ്മുടെ ഇടിക്ക് ഇച്ചിരി മയം ഉണ്ടാവും, അവന്മാരുടേതിനത് കാണില്ല. അവനെ അവന്മാരുടെ കയ്യിലെങ്ങാൻ കിട്ടിയ ഇനിയിപ്പോ എന്നാ ചെയ്യൂ അലക്സ്? എന്നാ ചെയ്യാനാ അബ്ദുക്ക? ഈ കുരുത്തം കെട്ടവും കാരണം എന്റെ കുഞ്ഞുങ്ങളുടെ ചടങ്ങലമ്പായല്ലോ ദൈവം. മോള് വിഷമിക്കണ്ട, ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. കത്രീനെ, മോളെ കത്രീനെ. ഉറക്കമായോ? കത്രീനെ, അവളിന്ന് വന്നില്ലേ? കത്രീനെ, കത്രി. കത്രീന, നിന്റെ കേണൽ വന്ന് നിൽക്കുന്നു. താങ്ക്സ് അച്ചായ. എന്തിനാടാ? എനിക്കിത് നേരത്തെ കിട്ടണമായിരുന്നു. ദേ എന്നെ അങ്ങനെ അങ്ങോട്ട് മണ്ടനാക്കല്ലേ. ഞാൻ ചങ്കിത്തൊട്ടായി പറയുന്നത്. ഇച്ചായനറിയോ, മലയാറ്റൂർ പള്ളിയിൽ സ്വർണ്ണക്കുരിശ് നേർന്നുണ്ടായ കൊച്ചാ ഞാൻ. അതെനിക്കിപ്പോ മനസ്സിലായി, കുരിശാണെന്നുള്ളത് മനസ്സിലായി. കൊഞ്ചിച്ചും പുന്നാരിച്ചും എല്ലാവരും കൂടെ എന്നെ വഷളാക്കിയതാ. ജീവിതത്തിൽ വിഷമം എന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല അച്ചായ. ഇവളോട് ചോദിക്കും, മോളെ നിന്നെ ഈ വാറച്ചായ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട്, നീ അച്ഛനോട് ക്ഷമിക്കും. ചേട്ടത്തിക്ക് അറിയാലോ, എൻ്റെയും കൊച്ചിൻ്റെയും ഇവളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കുന്നത് ഇച്ചായന് ഒറ്റ ഒരാളാണ്. ചായ ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ചായ? അതെന്നോടാ ചോദിക്കുന്നത്? ചോദിക്കണമായിരുന്നു, ഇച്ചായൻ ചോദിക്കണമായിരുന്നു. എന്നെ വഴക്ക് പറയണമായിരുന്നു. സത്യം, ആരും എന്നെ തിരുത്തിയില്ല, നന്നാക്കാനും ശ്രമിച്ചില്ല. ഇനിയെങ്കിലും എന്നെ ഒന്നും തല്ലച്ചായ, ഞാൻ നന്നാവട്ടെ. പറയടി, തല്ലാൻ തല്ലുന്നില്ല. പട്ടാളാ, പ്ലീസ് അച്ചായ, അവന്മാർക്ക് എന്നെ ഇട്ട് കൊടുക്കല്ലേ. കോർട്ട് മാർഷലാ, വരുന്ന വരവ് കണ്ടില്ലേ, കൈ കിട്ടി അവന്മാരെന്നെ ഇടിച്ചില്ലാതാക്കും. നീയല്ലേ പറഞ്ഞ തല്ലിയാ നന്നാവുന്നു? അവർ നല്ലോണം തല്ലും, അപ്പൊ നിനക്ക് നന്നാവില്ല. അച്ചായ, ഞാൻ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം. എങ്ങോട്ട്? കാനഡയ്ക്ക്. കാനഡ അല്ല, ഈ കല്ലൂപ്പാറ വിട്ട അവന്മാർ നിന്നെ വിടത്തല്ലേ ശിക്ഷ കഴിയാറ്. മോളെ ഒന്ന് കണ്ടോട്ടെ. മോൾ ഉറങ്ങി. നീ ഇതിനകത്ത് കാണുമെന്ന് ഞങ്ങൾക്ക് അറിയാറുന്നടാ. അവര് നന്നാകാൻ പിടിക്കല്ലേ. മോളെ നടക്കടാ. നീ വിഷമിക്കണ്ട, 1 or 2 കൊല്ലമേ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ അവരിങ്ങ് വിടും. ശിക്ഷ കഴിഞ്ഞ് വരട്ടെ. കാനഡയ്ക്കോ അമേരിക്കയ്ക്കോ എങ്ങോട്ട് വേണേലും വിടാം. നന്നായ മതിയായിരുന്നു.